കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഓട്ട മത്സരത്തിലോ നടത്തുന്നതിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്തൊരു ഓട്ടമാണ്! അതല്ല, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. പ്രത്യേകിച്ചും സഹപ്രവർത്തകരായിട്ടുള്ള മുന്നണി പ്രവർത്തകരും അതോടൊപ്പം വോട്ടർമാരും നൽകുന്ന പ്രതികരണം എല്ലാ ചൂടിനെയും എല്ലാ ക്ഷീണത്തെയും അകറ്റി 10 മടങ്ങ് ആവേശത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള പ്രചോദനമായി മാറുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ ഏറ്റവും വലിയ ഊർജം. പ്രവർത്തകർ പ്ലസ് വോട്ടർമാർ. അല്ല, ഞാൻ കാണുമ്പോഴേ പല സ്ഥാനാർത്ഥികളുടെ കൂടെ പോയി, അവരാരും ഇങ്ങനെ ഓടുന്നില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നാം സ്വീകരിക്കുന്ന ഒരു തന്ത്രമല്ല, ഒരു പ്രവർത്തന ശൈലിയാണ്. ഇപ്പം ഞാനിത് പറഞ്ഞല്ലോ, ആദ്യം കൊല്ലം, കമ്പോളം, ഇരവിപുരത്ത്, പള്ളിമുക്ക്, കമ്പോളം. മൂന്നാമത്തെ ദിവസം ഇന്നലെ ആര്യങ്കാവിൽ നിന്ന് ആരംഭിച്ച് തെന്മല, പുനലൂർ, കരവാളൂർ, അത് കഴിഞ്ഞ് അഞ്ചൽപട്ടണം മുഴുവൻ കവർ ചെയ്തു. അതുകൊണ്ട് ഒരു 1,00,000 വോട്ടർമാരെ ഇതിനകം നേരിൽ കണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് മുഖാമുഖം വോട്ടഭ്യർത്ഥിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സെലിബ്രിറ്റിയാണ് എതിര് നിൽക്കുന്നത്, അതൊരു തടസ്സമാകുമോ? ഒരു തടസ്സം, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എതിർക്കുന്നത് 2 പ്രധാനപ്പെട്ട മുന്നണികളെയാണ്. CPM നേതൃത്വം നൽകുന്ന സംസ്ഥാനം ഭരിക്കുന്ന LDF, BJP നേതൃത്വം നൽകുന്ന കേന്ദ്രം ഭരിക്കുന്ന NDA. ഈ 2 രാഷ്ട്രീയ സംവിധാനങ്ങളെയും എതിർത്ത് അതിജീവിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടെങ്കിലും അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ ആലസ്യത്തിനും തയ്യാറല്ല. അതുകൊണ്ട് നല്ല കഠിനമായ ജോലി ചെയ്ത് തിളക്കമുള്ള വിജയം കൈവരിക്കുമ്പോഴാണ് ആ വിജയം നമുക്ക് അർത്ഥപൂർണമായി മാറിത്തീരുന്നത്. കോൺഗ്രസിനെ പോലെയുള്ള ഒരു മതേതര ദേശീയ പ്രസ്ഥാനം 10 വർഷക്കാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, ഞങ്ങളാണെങ്കിൽ 15 വർഷക്കാലമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്നൊരു RSP എന്നൊരു പാർട്ടി. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ട്, ഞങ്ങളത് തിരിച്ചറിയുന്നു. ആ പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് തെരഞ്ഞെടുപ്പ് വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ കഠിനാധ്വാനത്തിലൂടെ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പോകും. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നേരിടുന്ന ഒരു സ്ഥാനാർത്ഥി, അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറേ ഏറെ കാലമായി ഉള്ളതാണ്. അങ്ങനെയുള്ളൊരു ഈ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇല്ല, ആരോപണങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. അതിജീവിക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് വരും, അതിജീവിച്ചില്ലെങ്കിൽ അത് നെഗറ്റീവായി തന്നെ വരും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തുടക്കം മുതൽ 2019 പ്രധാനമന്ത്രി കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞാൻ BJPയിൽ ചേരും, തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, മോദി ഗവൺമെൻറ്റിൽ ക്യാബിനറ്റിൽ അംഗമായി ചേരുമെന്ന് പറഞ്ഞവരാണ്. 2019 ഞാൻ പാർലമെൻറ്റ് അംഗമായി വന്നതിന് ശേഷം 2024 വരെയുള്ള കാലാവധി നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായി UPA ഇന്ത്യ മുന്നണിയെ പ്രതിരോധിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇവർ ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങളെയൊക്കെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ മൂല്യം, ആസ്തി, അസറ്റ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയും പേഴ്സണൽ ഇൻറ്റഗ്രിറ്റിയുമാണ്. അതിന് ജനങ്ങൾ നല്ലതുപോലെ വില മതിക്കുന്നുണ്ട്. വലിയ തിരക്കുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ഓരോ വോട്ടർമാരെയും കാണേണ്ടതാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു.